കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സർക്കാർ സൗകര്യമൊരുക്കണമെന്ന ഹൈക്കോടതി. അസാധാരണ സാഹചര്യമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി 2 മണിക്ക് ഉത്തരവിടാമെന്നും വ്യക്തമാക്കി. സത്യപ്രതിജ്ഞയ്ക്കായി താൽക്കാലികമായി വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സുഗതൻ കോടതിയെ സമീപിച്ചത്. രേഷ്മയുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. രേഷ്മ, ഇന്ന് ഈ വിഷയത്തിൽ കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? 2 മണിക്ക് ഉത്തരവ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം രേഷ്മ. അശ്വതി, ആർ സുഗതനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒരു പരാമർശം അല്ലെങ്കിൽ നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ജയിലിനുള്ളിൽ തന്നെ ഒരുക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഇക്കാര്യം സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില പരാമർശങ്ങൾ കൂടി ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപാണല്ലോ സുഗതനെതിരെ ഈ കേസുകൾ എടുത്തതും, അതായത് ഈ കാപ്പ ചുമത്തുവാൻ ആധാരമായിട്ടുള്ള കേസുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പിന് മുൻപാണല്ലോ. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കുകയല്ലേ വേണ്ടതെന്നായിരുന്നു സർക്കാരിനോട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഏറെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. അസാധാരണ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ ഒരു സത്യപ്രതിജ്ഞ അനിവാര്യമാണ്. അതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങളും ക്രമീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉത്തരവ് 2 മണിക്ക് തന്നെ പുറപ്പെടുവിക്കാം, ഓപ്പൺ കോടതിയിൽ തന്നെ, തുറന്ന കോടതിയിൽ തന്നെ പുറപ്പെടുവിക്കാമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറയുകയും ചെയ്തിട്ടുണ്ട്. സുഗതന്റെ ആവശ്യവും ഇത് തന്നെയായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്കായിട്ട് താൽക്കാലികമായിട്ട് തന്നെ വിട്ടയക്കണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തവണ ഈ ഹർജി പ്രാഥമികമായിട്ട് പരിഗണിച്ച വേളയിൽ സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞതും ഈ അഭിപ്രായം തന്നെയായിരുന്നു. ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ നടത്താനായിട്ടുള്ള സൗകര്യം ഒരുക്കാൻ സാധിക്കുമോ, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അഭിപ്രായം എന്താണ്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലപാട് ഇന്ന് വ്യക്തമാക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അങ്ങനെ ഇന്ന് ഹൈക്കോടതിയുടെ ബെഞ്ചിൽ ഈ ഹർജി വന്നപ്പോഴാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം, അതായത് ജയിലിൽ സൗകര്യം ഒരുക്കാനായിട്ട് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, അംഗീകൃത മാധ്യമ പ്രവർത്തകരെ ഈ സത്യപ്രതിജ്ഞ നടത്തുന്ന സമയത്ത് ജയിലിനുള്ളിൽ പ്രവേശിപ്പിക്കാം, സത്യപ്രതിജ്ഞ എല്ലാവരും കാണട്ടെ എന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറെ പ്രസക്തമായിട്ടുള്ള പരാമർശം, ഈ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ കാപ്പയ്ക്ക് ആധാരമായിട്ടുള്ള, സുഗതന് മേൽ ചുമത്തിയിട്ടുള്ള കാപ്പയ്ക്ക് ആധാരമായിട്ടുള്ള കേസുകളിൽ FIR ഇട്ടിട്ടുള്ളത്. അത് ഹൈക്കോടതി എടുത്തു പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജനാധിപത്യപരമായിട്ടുള്ള തത്വങ്ങൾ അത് എപ്പോഴും പ്രാവർത്തികമാക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള പരാമർശവും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. 2 മണിക്കായിരിക്കും ഇക്കാര്യത്തിൽ രേഖാമൂലമുള്ള ഒരു വിധി പ്രസ്താവം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അതിനോടൊപ്പം തന്നെ ചില പരാമർശങ്ങൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സത്യപ്രതിജ്ഞ റദ്ദാക്കിയ ഉത്തരവ് പുറത്തു വന്ന ഘട്ടത്തിൽ മതപരമായിട്ടുള്ള ചില വേർതിരിവുകൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു, ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രമിച്ചു എന്നുള്ള ഒരു വിമർശനം കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ഇത് അപകടകരമായിട്ടുള്ള പ്രവണതയെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ വിമർശനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സുഗതനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു നിലപാടും നിർദ്ദേശവും തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള വേണ്ട ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കണം, മാധ്യമ പ്രവർത്തകരെ അവിടെ അനുവദിക്കുകയും വേണം. അശ്വതി. ശരി രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. കോടതി ചോദിച്ചൊരു നിർണായക ചോദ്യം എന്ന് പറയുന്നത് സുഗതനെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ സത്യപ്രതിജ്ഞ എല്ലാവരും കാണട്ടെ, മാധ്യമങ്ങൾക്കും ജയിലിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകണമെന്നാണ് ഹൈക്കോടതി നിർണായക നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാകും ഈ ഉത്തരവിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരിക. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും.